ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. തമിഴ്നാട്ടിൽ കണ്ടു കാണുമല്ലോ, ഞങ്ങളിന്ന് ഗയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്, ക്യാൻ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 12:35 ആയപ്പോഴത്തേനും റെയിൽവേ സ്റ്റേഷനിൽ 1:30ക്കാണ് ട്രെയിൻ. പക്ഷേ ഇത്രയും നേരത്തെ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഓട്ടോ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വന്നതാണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തിഥി നോക്ക് എല്ലാവരും ഇവിടെ രാത്രി ഇപ്പം അതൊരു സീസൺ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ രാത്രി ആയാലുള്ള ഇവിടുത്തെ ഒരു മെയിൻ കാഴ്ചയാണ് ആളുകളെല്ലാവരും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തറയിൽ കിടന്നു. ആ നല്ലൊരു ഐഡിയ. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ജനറൽ ടിക്കറ്റാണ് എടുത്തത്. ജസ്റ്റ് ഒരു 5 മണിക്കൂറത്തെ യാത്രയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനറൽ മതി എന്ന് വിചാരിച്ച് ജനറൽ ടിക്കറ്റാണ്. ഗൈസ്, ഫൈനലി നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ മറ്റേ ട്രെയിനിൻ്റെ ആപ്പിൽ നോക്കിയപ്പോൾ 6 കണ്ടത്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 6 വന്ന് നിൽക്കുക. ഇവിടെ തന്നെയാണോ ഇനി പ്ലാറ്റ്ഫോം നമ്പർ 8 ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ഫോൺ ബാഗ് ഇപ്പോൾ ഞങ്ങളുടെ അപ്പോൾ നമ്മുടെ ഈ ഇയറിൻ്റെ, അതായത് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ കയറിയിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പാണിത്. ഒരു വലിയ ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് 1 ഡേ ട്രിപ്പ് മാത്രമാണ്. അതുകൊണ്ട് ഇത്രയും ചെറിയ ലഗേജ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ട്രിപ്പ് പോകുമ്പോൾ ഇത്രയും ചെറിയ ലഗേജ് എടുക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്താറായി. ഇത്രയും നേരത്തെ ഉറങ്ങിക്കിടന്ന ആൾക്കാരാണ് എല്ലാവരും എണീറ്റിക്കുക. മിക്കവാറും നല്ല തിരക്കായിരിക്കും ട്രെയിനിൽ. എന്തായാലും വരുമ്പോഴത്തേനും ഇടിച്ച് കയറണം. അപ്പോൾ കയറുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. അവസാനം ഓടിക്കതിച്ച് ഞങ്ങൾ ജനറലിൽ കയറി. ഉദ്ദേശിച്ച പോലെ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് വലിയ സീനില്ല. ഫൈനലി ഒരു 4:50 ആയപ്പോഴത്തേനും നമ്മൾ ഗയ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വേണം കൊഷ്വ എന്ന് പറയുന്ന മൗണ്ടെയിനിലേക്ക് പോകും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വാഷ്റൂം തപ്പി വെയിറ്റിംഗ് റൂമിലെത്തിയതാണ്. പക്ഷെ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ വാഷ്റൂമില്ല. ഒന്നാമത് ഈ വെയിറ്റിംഗ് റൂം തപ്പി കുറേ നടന്നു. ബട്ട് ഇവിടെ വാഷ്റൂമില്ല. ഇനി ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷായി, പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ എടുക്കണം. 30 രൂപയുടെ ഓട്ടോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുത്തിട്ട് ആദ്യം കൊഷ്മ എന്ന് പറയുന്ന ഒരു ഹില്ലുണ്ട്, അങ്ങോട്ടേക്കാണ് പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗയ ടെമ്പിളിലേക്ക് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ആ വഴിയെ ചെന്ന് താഴെ ഇറങ്ങി ഓട്ടോക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെയല്ല, ഇതിനപ്പുറത്താണെന്ന്. സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് റൂം തപ്പി കുറേ നടന്നു. ഇപ്പോൾ മറ്റേ ഓട്ടോറിക്ഷ ഉള്ള സ്ഥലത്തെത്താൻ പിന്നെയും നടക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഗയ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ മുഴുവൻ ചുറ്റിക്കണ്ടു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. 30 രൂപയുടെ ഓട്ടോ ഞങ്ങൾക്ക് 20 രൂപയ്ക്കാണ് കിട്ടിയത്. 20 രൂപയ്ക്ക് ഞങ്ങളവിടെ കാശ് ലാഭിച്ചു. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി ഇപ്പോൾ പോകുന്നു തോന്നുകയാണെങ്കിൽ കയറിപ്പോയാലോ?
ഗൈസ് ആ പോയി നിൽക്കുന്നതാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ ചേട്ടൻ ബയ്യ. ഞങ്ങളിവിടെ കൊണ്ടിരുത്തിയിട്ട് പുള്ളി പോയേക്കുവാണ്. വേറെ ആളെ തപ്പാൻ വേണ്ടി പോയേക്കുവാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ കയറിയ ഓട്ടോയിൽ മൊത്തം 13 പേരാണ്. 13 പേര്. നമ്മൾ പോകുന്നത് ഒരാൾ നിൽക്കുന്നത് ഇവിടെ. എന്താണ് അറിയാം. ഡ്രൈവറിന്റെ ഭാഗത്ത് 4 പേരാണ് ഇരിക്കുന്നത്. ഗൈസ് നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ യാതൊരു തിരക്കുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഗൈസ് ദേ വേറൊരു ബ്ലോഗർ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കൊഷ്മ ഹില്ലിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. എന്നിട്ട് മല കയറാൻ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മല കയറാനുള്ള എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ട് ഫസ്റ്റായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ലൈക്ക് ക്രൗഡൊന്നുമില്ല, നല്ല രസമുണ്ട് ഇവിടെ. നല്ല വെയിൽ. ഒരു 6:15 സമയം. ഗൈസ് അങ്ങനെ നമ്മുടെ സൗത്ത് ബീഹാർ യൂണിവേഴ്സിറ്റിയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം, നമ്മളെ ഗൈഡ് ചെയ്യാം, ആ ഹില്ലിലേക്ക് അങ്ങനെ പെൺകുട്ടികളെ തന്നെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ്. ദേ അവരെത്തി. അവരെ കറക്റ്റായി പഠിക്കുന്നേ. ഏതാടി? ശബ്ദം നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മലയല്ല, സ്റ്റെപ്സ്. അത്രേ ഉള്ളൂ. നല്ല ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. വാരണാസിയിൽ നിന്ന് ആ ക്രൗഡും റഷൊക്കെ നമ്മൾ ഇത്രയും ദിവസം അതൊക്കെ അറിഞ്ഞിട്ട് ദേ ഇവിടെ നമ്മളിങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് വന്ന് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു കാറ്റും വെയിലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. നല്ല രസമുണ്ട്. നീ ചിരിച്ചാണ് മല കണ്ടിറങ്ങി ഗായ്സ്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര വെയിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഗൗരീഷ് പറഞ്ഞു അതുകൊണ്ട് കുട പിടിച്ചു പോകുന്നു. മുകളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു. നല്ല ഭയങ്കര ഒരു പീസ്ഫുൾ വൈബായിരുന്നു. നാട് കഴിഞ്ഞിട്ട് പച്ചപ്പുണ്ടാവും. നല്ല രസമുണ്ടാവും.
मेरा उधर पूरा सर्च किया हुआ है, घुमा हुआ है पूरा, उधर टूर किया हुआ है मेरा, है ना। ഗൈസ് അങ്ങനെ നമ്മൾ ബോധഗയയിലെത്തി. ബോധഗയയിലെത്തി. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ടെമ്പിൾ ഏതാടി? പേര് ഞാൻ കണ്ടില്ല. ഇവിടെ ഒരുപാട് ഇതാണ്, ഒരു എന്താ പറയുക, ഏക്കർ കണക്ക് ഭൂമിയിൽ പല പലതായിട്ട് ഇങ്ങനെ കിടക്കാം. സോ നമുക്ക് ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് തന്നെ അടുത്തതിലോട്ട് പോകാം. അവിടെയൊന്നും ഫോൺ അലൗഡ് അല്ല എന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോണും ബാഗും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നാണ് പറഞ്ഞത്. ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആയാലും ആ ഒരു ഇതിനുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അങ്ങനെയുള്ള കയറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കയറിയത് ജഗന്നാഥ മന്ദിറിലാണ്. അതായത് വലിയ കണ്ണുള്ള ശിവൻ്റെ ടെമ്പിളാണത്. അപ്പം അത് അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയില്ല ഗൈസ്. ഞാൻ ജസ്റ്റ് കയറി തൊഴുത്, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന മഹാബോധി മഹാവിഹാര ടെമ്പിളിലാണ്. അപ്പോൾ അവിടെ ഫോണോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മളിത് ഫോണും ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. ഗൈസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് പോയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ മഹാബോധി മഹാവിഹാര ടെമ്പിൾ അവിടെ കണ്ടിറങ്ങി. അവിടെ മെയിനായിട്ടും ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിഷ്ഠ പോലെ അതുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ബുദ്ധൻ അവിടെ 7 സ്ഥലങ്ങളിലായിട്ട് 7 ആഴ്ചകളോളം മെഡിറ്റേഷൻ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന്, അതായത് ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് വന്ന ബോധോദയം വന്ന ബോധവൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മൾ ആ ടെമ്പിളിൽ കയറിയ സമയത്ത് നമുക്ക് ബുദ്ധൻ്റെ അവിടെ നിന്ന് താമര എടുക്കാമായിരുന്നു. അപ്പം ഞാൻ 3 താമരപ്പൂക്കൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എടുത്തു. കാണിച്ചു തരാം. നല്ല രസമുണ്ട്. നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ് അവിടെ. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ പോയി തൊഴുത് ഇറങ്ങിയ സമയത്ത് ഒരു മോങ്കിനെ കണ്ടു. പുള്ളി ബുദ്ധൻ്റെ മെഡിറ്റേഷൻസും കാര്യങ്ങളും 7 വീക്സ് അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതെവിടേക്കാണ് മെഡിറ്റേഷൻ ചെയ്തത്, എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഈ ലോട്ടസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തന്നായിരുന്നു. എനിക്കിതിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഇവിടെ നല്ല വെയിലായതുകൊണ്ട് നല്ല വാടിത്തളർന്ന് ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
കണ്ണാണ് തുറന്നിട്ടുള്ളത്. ഏത് പകുതിയോളം കണ്ണല്ലേ? ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്നാൽ ഫുള്ളായിട്ട് തുറക്കുന്നില്ല. അതേപോലെ കാല് പൊള്ളിക്കൊണ്ടിരിക്കുക ഗൈസ്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലാണ് ഇവിടെ, അതുകൊണ്ട് ഒരുമാതിരി ചത്ത അവസ്ഥയാണ്. ആരോ വെറുതെ പറഞ്ഞതാണ് ഗൈസ്. ഇതിൻ്റെ പുറകിലൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അത്രേ ഉള്ളൂ ഇതിൻ്റെ പുറകിൽ. ഇനി എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങളുടെ വണ്ടിയുടെ ബയ്യാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങളിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 3 ടെമ്പിള് കഴിഞ്ഞു. എൻ്റെ താമരയൊക്കെ ആകെപ്പാടെ വാടി വല്ലാണ്ടായി. ഗൈസ്, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ദൈജോഗ്യ ബുദ്ധ ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ബുദ്ധ ടെമ്പിളിലാണ്. ഇവിടെ കുറേ ടെമ്പിൾസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ബുദ്ധൻ്റെ. ഞങ്ങളെ വരുന്ന വഴിക്കൊരു ജാപ്പനീസ് ടെമ്പിൾ കണ്ടു, പക്ഷെ നമ്മളവിടെ കയറിയിട്ടില്ല. ഇതിപ്പോൾ ഒരു വലിയൊരു കയറ്റമാണ്. കയറ്റം എന്നല്ല, സ്റ്റെപ്സ്. അങ്ങനെ ഇതാണ് ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ കണ്ടോ. ഇനി അടുത്തത് നമ്മൾ വേറെ ഏതോ ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ്. എവിടെയെന്ന് കറക്റ്റ് അറിയില്ല. ഞങ്ങളുടെ ആ വണ്ടിയുടെ ബയ്യാണ് ഞങ്ങൾക്ക് എല്ലാ വഴിയും പറഞ്ഞു തരുന്നത്. പിന്നെ ഈ ബയ്യന് കിട്ടിയതിൽ ഒരു സ്റ്റോറി ഉണ്ട് ഗൈസ്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതെന്താവുമെന്ന് എനിക്കറിയില്ല, അത് കഴിയുമ്പോൾ ഞാനപ്പോൾ ലാസ്റ്റ് പറഞ്ഞുതരാം. ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ നല്ല രസമുണ്ട്, കാണിച്ചു തരാവേ. ഗൈസ്, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയും. ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഉള്ള ടെമ്പിൾസിൽ, ബുദ്ധ ടെമ്പിൾസിൽ ഭയങ്കര രസമാണ്. ഇത് കാണാൻ കാണിച്ചു തരാം. അപ്പം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. പിന്നെന്താ, ഇവിടെ ചെരുപ്പ് കൂടിയിട്ടിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലമാണ് സീതാ കുണ്ട് ദ്വാർ എന്ന് പറയുന്ന സ്ഥലം. വിശന്നിട്ട് 2 ബിങ്കോയുടെ എന്തോ ഒരു സാധനം വാങ്ങി. വിശന്ന് കുഴല് സത്യം കുട്ടിക്ക്. ശരിക്കും ഈ ഹിന്ദിയിൽ കുണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുളമാണ്. പക്ഷെ ഇവിടെ കാണാനുള്ളതൊരു കുളമല്ല, ഒരു പുഴയൊക്കെ പോലെ അല്ലേ? പുഴയോ ഡാമോ വെള്ളം കയറി കിടക്കാം, അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ. നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാനും ഗൗരി കാല് കൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഗൗരി മാത്രമാണ് അമ്പലത്തിൽ കയറാൻ വന്നത്. അവർക്ക് എനർജി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ അമ്പലത്തിൽ കയറാൻ ഉള്ള വഴി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അങ്ങോട്ട് നിന്നിട്ടാണെങ്കിൽ
ഒന്നും കാണാനും ഇല്ല. അത് കണ്ടോ, അവിടെ കുറേ ഗോപുരങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള വഴി അറിയില്ല എന്നായിരുന്നു വന്നത്. അതെ, അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, അടുത്ത ടെമ്പിൾ. ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ അമ്പലം പോലത്തെ ആ ഒരു ഉള്ളിലേക്ക് പോവാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ദേ നമ്മൾ ഉള്ളിൽ വന്നു. ഇവിടെ ഇങ്ങനെ അമ്പലത്തിൽ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇത് ഇരിക്കുകയാണ്. ചിലർക്ക് അങ്ങനത്തെ നിഗൂഢതാണ്, പക്ഷെ വേറൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താഴ്ത്തിക്കുമ്പോൾ ഒരു വലിയൊരു മരം കാണാം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു സൂര്യമന്ദിർ എന്നാണിത്. അടുത്തത് നമ്മളിങ്ങനെ സ്റ്റെപ്സൊക്കെ ഇറങ്ങി അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഇതുണ്ട്, ഒരു മണ്ഡപം സെറ്റപ്പ്. പിന്നെ അതുപോലെ ഇവിടെ എന്തൊക്കെയോ ഇത് കണ്ടോ, അവിടെ ഇരിക്കുന്നവർ ഞങ്ങൾക്ക് കുറി തൊട്ട് തന്നു. ആദ്യം പൈസ വേണ്ടാന്നൊക്കെയാണ് പറഞ്ഞത്. കുറിയൊക്കെ തൊട്ട് പേരൊക്കെ ചോദിച്ച് എവിടെ പഠിക്കണേന്നൊക്കെ ചോദിച്ച് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറയാം പൈസ തരാൻ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പോകുകയും ചെയ്തു. ബാഗ് അവിടെ ഇരിക്കുന്നത് ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അവരെന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് മനസ്സിലായി. അങ്ങനെ ദേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്തത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. ഞങ്ങളുടെ ബയ്യയ്ക്ക് മാത്രമാണ് അറിയുന്നത് അടുത്തത് എങ്ങോട്ടേക്കാന്നുള്ളത്. എന്നിട്ട് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്ഥലങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയില്ല. ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച എന്താ ഞാൻ കാണിച്ചു കേട്ടോ. പിന്നെ അതെ ഇവിടെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ കുറേ സാധനങ്ങളിങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു പുഴയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിൽ എത്തിയിരിക്കണം. ഇത്രയും അമ്പലങ്ങൾ കയറുമെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഏതാ അമ്പലം, ഏതാടി അമ്പലം, ഏതോ ഒരു അമ്പലം. എന്തായാലും കയറി നോക്കാം. നമ്മൾ എവിടെയോ നമ്മുടെ ഡ്രൈവർ ബയ്യെ കൊണ്ടേ പുറത്തേക്കുമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതാണ്, ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ജീരകം, മല്ലിയില, അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുള്ള കറിയല്ല ചോറ്. ഇതാണ് നമ്മൾ കഴിച്ച ഫുഡ്. ഇതിൻ്റെ പേര് കിച്ചടി എന്നാണ്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫുഡ് താഴത്തേക്ക് ചാടിയാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങളെ ബയ്യ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ സൈഡ് വ്യൂസ് കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഒരു നദിയാണ് ഇത്, ഏതോ ഒരു നദി. ആ ബയ്യത്തെ അങ്ങേ അറ്റത്തേക്ക് പോകുന്നുണ്ട്. നടക്കാൻ വയ്യ, മടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് എങ്ങനെ ഈ ബയ്യനെ കിട്ടിയെന്നുള്ള കഥ പറയാമെന്ന്. നമ്മൾ കൊഷ്മ എന്ന് പറയുന്ന ആ ഹില്ല് കയറി ഇറങ്ങിയിട്ട് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. ആ ജംഗ്ഷനിൽ വന്ന് നിന്ന സമയത്ത് ഞങ്ങൾക്ക് കരിമ്പീൻ ജ്യൂസ് കുടിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ കരിമ്പീൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നിന്ന് മലയാളം പറയുന്നത് കേട്ടപ്പോൾ അവിടെ നിന്ന് ഒരു അങ്കിള് ചോദിച്ചു നിങ്ങളെവിടുന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഇങ്ങനെ വാരണാസിയിൽ പഠിക്കുവാണ്, കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി ഈ മനീഷ് എന്ന് പറയുന്ന ഈ ബയ്യനെ വിളിച്ചിട്ട് അരമണിക്കൂറിനുള്ളിൽ വരണം, നമ്മളിങ്ങനെ 5 പിള്ളേരുണ്ട്, 5 പെൺകുട്ടികളുണ്ട്, അപ്പോൾ അവരെ ഫുൾ ചുറ്റി കാണിക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് തന്നെ പുള്ളി ഞങ്ങളോട് എന്തൊക്കെയോ
പുള്ളി ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ഹിന്ദിയിൽ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കത്തില്ല, ഏറെക്കുറെയൊക്കെ കത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കും പുള്ളി പറഞ്ഞ ഹിന്ദിയിൽ നിന്ന്. പക്ഷേ ഈ ബയ്യ വന്നു, ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ബയ്യ വന്നിട്ട് എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും ബയ്യ പറഞ്ഞു ഫുൾ ഫ്രീ ആണ്, കാശൊന്നും തരേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാറായിട്ടില്ല. കാരണം ഇനി നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്കത് പറയാൻ പറ്റും. എന്താണെന്നറിയില്ല. ഇത്രയും നേരം ഞങ്ങളൊരു ഫസ്റ്റ് ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലതാണോ ചീത്തതാണോ എന്താണോ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ബട്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടി പൈസ കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾ കയറി ഒരു ടെമ്പിളിൽ കയറി കഴിഞ്ഞിട്ട് തീരെ വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 നാരങ്ങ വെള്ളം കുടിച്ചു. അതിനും പുള്ളിയാണ് പേയ്മെൻറ്റ് കൊടുത്തത്. ഞങ്ങളുടെ അത് കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഫുൾ ഫ്രീ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ലാസ്റ്റ് പറയാം ഗൈസ്. ലാസ്റ്റ് ഞങ്ങൾക്ക് ആ നദിയുടെ പേര് കിട്ടി. ഫൽഗു എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫൽഗു എന്നാണ് ബീഹാറിലെ വൺ ഓഫ് ദി എന്താ പറയുക, ഇവിടെ കണ്ടല് കുറേ ഞങ്ങൾ ഇതിൻ്റെ തീരം കണ്ടപ്പോൾ പയ്യ പറഞ്ഞു തന്നത് ഫൽഗു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചുകൊണ്ട് കണ്ടു. അതിൻ്റെ ഒരു ബ്രിഡ്ജിലോട്ടാണ് പോണത്. പക്ഷെ ഇവിടെ പേര് എഴുതി വെച്ചുകൊണ്ട് ഡാം എന്നും കൂടെയാണ്. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഒരു വലിയ ബ്രിഡ്ജാണ്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. മാം സീതാ സേതു എന്നാണ് ആ ബ്രിഡ്ജിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത്. കാണിച്ചു തരാം. ചെക്ക് ഡാം പോലെ ഇങ്ങനെ ഇതിൻ്റെ ഇത് കാണിക്കുന്നതാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ചെറ സെറ്റപ്പ് എന്നാണോ പറയുക. തൃശ്ശൂരിൽ ഞങ്ങളിങ്ങനെ നമ്മുടെ അവിടെയും ചെറ എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഈ പാലം കയറാൻ വേണ്ടി നമ്മൾ പോവാണ്. പോയി നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയൊക്കെ കാണാം എന്നുള്ളൊരു കാര്യം. നമ്മൾ ഇച്ചിരി ടയേർഡാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇവിടെയൊക്കെ വന്നിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഒരുപാട് കാവേരിയാസ് അങ്ങനെ കണ്ടു, കുറേ ടെമ്പിൾസ് കണ്ടു, അങ്ങനെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് അധികം നടക്കണമെന്നൊന്നും വന്നില്ല, ഫുൾ ഓട്ടോയിലായിരുന്നു. പിന്നെ അങ്ങനെ ആ പയ്യനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു വലിയ ലോട്ടറി അടിച്ച ഒരു ഫീലാണ്. അല്ലെങ്കിൽ ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ലാസ്റ്റ് എന്താവും അറിയില്ല, കാശ് കൊടുക്കേണ്ട ഒരു ഫ്രീ ആണോ എന്തെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഭാരതപ്പുഴയിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ മണൽ കയറി. സെയിം ഫീലിംഗ്. ഞാനും ആദ്യം കണ്ടപ്പോൾ അത് തന്നെയാണ് ഓർത്തത്. ഭാരതപ്പുഴയിൽ വെള്ളം കുറയുമ്പോൾ മണലിങ്ങനെ കയറി കിടക്കുന്ന ഒരു സംഭവം. ഗൈസ്, അങ്ങനെ ഞങ്ങളെ ആ അങ്കിള് ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണ്. അതാണ് സഞ്ജീവ് അങ്കിൾ, ആ വൈറ്റ് ഷർട്ട്. ഇനി ഞങ്ങളെ വേറെ എവിടെയോ കൊണ്ടുപോവാണ്. എവിടെയാ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. ബാക്കി കാണുന്ന ടവർ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്കിള് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ നമ്മളെ കാളി മന്ദിർ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. സത്യം പറഞ്ഞാൽ ബീഹാറിലെ ഒരു 60% കവർ ചെയ്തു. അതാണ് സത്യം ഗൈസ്. അങ്ങനെ നമ്മൾ കാളി മന്ദിർ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ബീഹാറിലെ ഫേമസ് ലിട്ടി എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുവന്നേക്കുവാണ്. ഇവിടെ आलू कचालू. ഇപ്പോൾ നമ്മൾ അങ്കിള് ആലൂക്ക് ചാലു എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണ്. എന്താ ഇത്രയും സ്നേഹം?
ഒന്നും അറിയാൻ പാടില്ല. മുഴുവൻ പറഞ്ഞു. ഒരു പുല്ലും ഇല്ല, വേണേ കഴിച്ചിട്ട് ഓടോ എന്നുള്ള മൈൻഡാണ് ചേട്ടന്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അതാണ് എനിക്കൊരു പേടി. വിധി കഥകൾ വിശദമായി പറഞ്ഞുതരാം. आगे से കൊള്ളാമെന്നാണോ കൊള്ളില്ലെന്നാണോ? കൊള്ളില്ല. എനിക്ക് ഇത് പച്ച ഉരുളക്കിഴങ്ങാണോ? അല്ല, കൊള്ളാം അല്ലേ? നന്നായിട്ടുണ്ടല്ലേ? ആലൂക്ക ചാല് പൊരിച്ചിട്ടുണ്ടല്ലോ, എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര എരിവ്. അപ്പോൾ ഇതേ ദീദി ശബ്ദം പോയിക്കുവാണ് വെള്ളം വാങ്ങാൻ. ഭയങ്കര എരിവ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ പിന്നെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളിയുടെ നമുക്കത് കൊള്ളൂല എന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക. മനസ്സിലാക്കാത്തതോ മനസ്സിലായി അറിയിക്കാത്തതുമാണ്. ब्लू लैगून बनाते हैं. ब्लू लैगून चाट मसाला तो नहीं. ഫൈനലി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ്. വല്ലാത്തൊരു യാത്രയായിരുന്നു ഇത്. എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ് കുറേ കാര്യങ്ങൾ. നമ്മൾ ഇത്രയും പോലും കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഒരു 11:30 ആയപ്പോഴത്തേനും തീർന്നായിരുന്നു. പക്ഷേ നമ്മൾ കുറേ ടെമ്പിൾസ് കണ്ടു. ഇനി ആ ഭയ്യ നമ്മളെങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഐ തിങ്ക് സോ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വിടാൻ പോകാൻ തോന്നുന്നു. നോക്കാം. അങ്ങനെ അത് അവസാനം നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കയറിയത് ബർത്തിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കയറി ഇരുന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയോ ഓടി വന്ന് കയറിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഫുൾ നിൽക്കേണ്ട വന്നേനെ. ഫൈനലി നമ്മൾ വാരണാസിയിലേക്ക് തിരിച്ചെത്തി ഗൈസ്. ഒരു വല്ലാത്ത യാത്രയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സീറ്റൊക്കെ കിട്ടി. കോലം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കോലമായിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. നല്ലതായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടികളൊന്നും പിടിക്കാറില്ല, ഭയങ്കര വിലയായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു 50 രൂപ അല്ലെങ്കിൽ കൂടിപ്പോയ 80 രൂപയുടെ യാത്രയേ ഉള്ളൂ. പക്ഷെ അവർ 250-300 പറയും. അപ്പം നമ്മളെന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് അവസാനം 80 രൂപയ്ക്ക് സമ്മതിച്ച് ഒരു ബയ്യാതെ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ബയ്യ ഗൈസ്. അങ്ങനെ അവസാനം ഞാൻ റൂമിലെത്തി, ഞാൻ നെഹയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ എവരിവൺ.